ഇനി കുറച്ച് സ്പെഷ്യൽ കവറിംഗ് ആവും. ആ ഭാഗത്തുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പ്രമുഖ നടി കാറിൽ ആക്രമിക്കപ്പെട്ടതിന് സമാനമായ ദുരന്തത്തിന് താനും ഇരയായെന്ന നടി പാർവതി. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ലൈംഗികമായി പീഡിപ്പിച്ചത് സിനിമയിലെ സഹപ്രവർത്തകർ തന്നെയാണെന്നും പാർവതി പറഞ്ഞു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണ് നടക്കുന്നത്? Right after hearing this, and I couldn't imagine it because എനിക്ക് അറിയാം what it feels like to be helpless in such a situation. ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞായിരിക്കത്തുള്ളൂ. അതിപ്പോ പട്ടിയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. ആൻഡ് നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക. ആശയം പഴയതാണെങ്കിലും ശരീരഭാഗങ്ങൾ പുതിയ നടിയുടേതാണല്ലോ. ഇത് കലയോടുള്ള അഭിനിവേശമാണോ? അല്ല, കാമകലയോടുള്ള ആവേശം. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടാൽ നിനക്ക് കിട്ടുന്ന സസ്പെൻഷൻ ആയിരിക്കും. കാശുള്ളവൻ എന്തു ആവാലോ. നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുക എന്താണെന്ന് എനിക്ക് അറിയാം. സഹപ്രവർത്തകരിൽ നിന്ന് തന്നെയാണ് ലൈംഗിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നതെന്നും പാർവതി പറഞ്ഞു. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? Have I been sexually harassed by my colleagues? Yeah, I have. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പിള്ളം വെറുതെ വിടരുത് കേട്ടോ. അവന് ഈ മൂത്രത്തിൽ കുരുമുളകിന്റെ അസുഖമുണ്ടേ. ഇത് റെഗുലർ ആയിട്ട് നടക്കുന്ന സംഭവമാണ് കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയുകയാണ്. ഇതുപോലുള്ള കാട്ടുകള്ളന്മാരുടെ കയ്യിലാ ഇപ്പൊ മലയാള സിനിമ. എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല.